ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുമ്പോൾ ചോറ് വെച്ചിട്ട് ഒരു ഡിഷാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കുറച്ച് മിച്ചം വന്ന ബാക്കി ചോറില്ലേ, അത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ്. അത് കുറച്ച് ചോറെടുക്കുക, നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ, ഞാനതായിട്ടാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗോതമ്പ് പൊടി കുറച്ച് അതിനകത്തോട്ട് ഇതിടുക, എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കട്ട ശർക്കരയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇതിന് നല്ല മധുരമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അത് നന്നാക്കി നമുക്കൊന്ന് ഉരുക്കി അങ്ങ് എടുത്താൽ, ഭയങ്കര മധുരമുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ അളവ് നോക്കി എടുത്താൽ മതി കേട്ടോ. കുറച്ചൊക്കെ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ മധുരം കൂടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കേട്ടോ. അപ്പം നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. നന്നായിട്ട് ഏകദേശം ഉരുകി എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞ് നമുക്കൊന്ന് അത് അരിച്ചിട്ട് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു പാനിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചോറില്ലേ, അത് നമുക്കൊരു പാനിൽ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. അതിലോട്ട് ഒഴിക്കുക, നമ്മുടെ ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ, അടുപ്പ് നമ്മൾ കത്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ മതി കേട്ടോ. എനിക്കിപ്പം ക്യാമറ ഇതും കൂടി ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കുന്നൊന്നും എടുക്കാത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നന്നായിട്ടത് ഇതിൻ്റെ മിക്സിങ് ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മൾ ഈ അലുവായ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടും. ഇടക്കിടക്കൊന്ന് വയ്ക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഇടണം കേട്ടോ. ഞാൻ ഏലക്കാപ്പൊടി ഇട്ടായിരുന്നു ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണം. അടി പിടിക്കരുത് കേട്ടോ. അടി പിടിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പുകചൊവയായി പോകും. അപ്പം അടി പിടിക്കാതെ നമ്മൾ നോക്കണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നന്നായി വൃത്തിയായിട്ട് ഇങ്ങനെ ഇളക്കി അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ട് വരിക. നന്നായിട്ട് ഇളക്കണം. നല്ല ക്ഷമ വേണം കേട്ടോ. ഇതിനൊക്കെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഒരു 1/4 മണിക്കൂർ എടുക്കും കേട്ടോ നമ്മളിതൊക്കെ ഒന്ന് പ്രോസസ്സിങ് ആയി സെറ്റായി വരണമെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ? എനിക്ക് ഈ അലുവ, കിണ്ണത്തപ്പം ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പിള്ളേർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും കുറുക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കുകയാണ് നമ്മുടെ പരുവം കേട്ടോ. ഇതാ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇതും പോരാ. പിന്നെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ ഇടക്കിടക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇടക്കിടക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കാഷ്യൂ, അണ്ടിപ്പരിപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറുത്ത് വെക്കണം. അതൊക്കെ ഇടാൻ നല്ലതാണ്. ഞാനിട്ടത് കാഷ്യൂവും കുറച്ച് തേങ്ങയും കൂടി നെയ്യിൽ വറുത്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കയ്യിലുള്ള നട്ട്സ് എന്താണോ അതിടാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നെയ്യ് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കണം. അന്നേരം അത് കണ്ടോ ഇങ്ങനെ വറ്റി ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നൊരു പാകമാവും കേട്ടോ. നല്ലപോലെ കണ്ടോ, ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. അതേപോലെ നല്ല പരുവത്തിലാകണം. എങ്കിലും ഇത്രയും കൂടി ആവാനുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളമയം മൊത്തം വറ്റി സെറ്റാക്കി എടുക്കണം. അതാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ നമ്മൾ. പിന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചു. അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്, ഈ പാത്രത്തിൽ അത് കൊള്ളത്തില്ല എന്നുള്ള കാര്യം. പിന്നെ ഞാൻ വേറെ പാത്രം സെറ്റാക്കി വെച്ചു കേട്ടോ. അതിനകത്തോട്ട് ഇതൊഴിച്ചു. എന്നിട്ട് നമ്മൾ നെയ്യ് സ്പൂണിൻ്റെ പുറത്ത് ഞാൻ നെയ്യ് പുരട്ടിയിട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൽ വെക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അപ്പം നന്നായിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ. നമ്മൾ ഒരു 1/2 hour മതിയാവും. അതുകൊണ്ടൊക്കെ തണുത്തുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ തണുക്കാൻ നന്നായിട്ട് വെച്ച് കഴിയുമ്പം തണുത്ത് നന്നായി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു പാത്രത്തിൽ വെച്ചൊന്ന് മുട്ടിക്കൊടുത്താൽ മതി. കണ്ടോ നല്ല ഭംഗിയായില്ലേ? കണ്ടോ നല്ല കിളുകിളാതിങ്ങനെ ഇരിക്കും. നല്ല രസമാണ് കേട്ടോ. നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലുത്ത് പോകുന്ന രീതിക്കാണ്. സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.